ജനുവരി 5 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ ജോൺ നോയിമാൻ, സ്തൂപസ്ഥനായ വിശുദ്ധ ശെമയോൻ, വിശുദ്ധ അപ്പോളിനാരിസ് സിൻക്ലത്തിക്ക, വിശുദ്ധ ചേര, വിശുദ്ധ കോൺ വയോൺ, വിശുദ്ധ എമീലിയാന. ഇന്ന ദിവസം 2 വിശുദ്ധരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് ശ്രമിക്കാം. സ്തൂപസ്ഥനായ വിശുദ്ധ ശെമയോൻ 388-459 കാലഘട്ടത്തിലാണ് സ്തൂപസ്ഥനായ വിശുദ്ധ ശെമയോൻ ജീവിച്ചിരുന്നത്. വളരെ ത്യാഗപൂർണമായ ഒരു ജീവിതത്തിലൂടെ ഈശോയെ തൻ്റേതുവാക്കുവാൻ ശ്രമിച്ച ഒരു മഹാനായ വിശുദ്ധനാണ് വിശുദ്ധ ശെമയോൻ. സിലീസിയായിൽ ഒരു ആട്ടിടയനായിട്ടാണ് വിശുദ്ധ ശെമയോനെ നമുക്ക് പരിചയപ്പെടാൻ സാധിക്കുന്നത്. ശൈത്യം അസഹനീയമായപ്പോൾ ബാലനായ ശെമയോൻ ആടുകളെ ആലയിലാക്കിയ ശേഷം അടുത്തുള്ള ദേവാലയത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ വെച്ച് സുവിശേഷത്തിലെ അഷ്ടഭാഗ്യങ്ങൾ അവൻ വായിച്ചു കേട്ടു. ഈ ഭാഗ്യങ്ങൾ എങ്ങനെ പ്രാപിക്കാമെന്ന് അന്വേഷിച്ചപ്പോൾ ഏകാന്ത ജീവിതമാണ് അതിനുള്ള മാർഗമെന്ന് ആ ബാലൻ കണ്ടെത്തി. പരിപൂർണതയ്ക്ക് നല്ല വില കൊടുക്കേണ്ടി വരുമെന്ന് ശെമയോൻ മനസ്സിലാക്കി. ബാലനായിരുന്നെങ്കിലും അവൻ അതിമാനുഷ്യമായ തപസ് അനുഷ്ഠിക്കുവാൻ തുടങ്ങി. അരയിൽ അവൻ ഒരു കയറ് കെട്ടി മാംസം പഴുത്ത് ചെയ്യുന്നത് വരെ അതവിടെ കിടന്നു. ആഴ്ചയിലൊരിക്കലാണ് അവൻ ഭക്ഷണം കഴിച്ചത്. മരുഭൂമിയിലെത്തിയപ്പോൾ 40 ദിവസത്തെ ഉപവാസവും അവൻ അനുഷ്ഠിച്ചു. സിറിയയുടെയും സിലീസിയയുടെയും അതിർത്തിയിൽ 10 അടി ഉയരത്തിൽ തൂണുകെട്ടി അതിൽ അദ്ദേഹം പ്രാർത്ഥനയിൽ കഴിഞ്ഞു. ക്രമേണ അത് 60 അടിയായി ഉയർത്തി. അതിന്റെ വ്യാസം 3 അടിയും. അതിൽ നിൽക്കുവാനും മുട്ടുകുത്തുവാനും ഇരിക്കുവാനും സാധിക്കും. കിടക്കാനാവുകയില്ല. നോമ്പുകാലത്ത് അദ്ദേഹം തൂണിന്മേൽ നിൽക്കും. അപ്പോൾ ആഹാരപാനീയം ഉണ്ടാവില്ല. തിരുനാൾ ദിവസങ്ങളിൽ അതിൽ നിന്നുകൊണ്ട് വചനം പ്രസംഗിക്കും. ഉപദേശങ്ങൾക്കായി കയറേണിയിൽ കയറി ആളുകൾ അദ്ദേഹത്തിന്റെ അടുത്തെത്തുമായിരുന്നു. 37 വർഷം വെയിലും മഴയും കൊണ്ട് സ്തംഭത്തിൽ ആരാധനയിൽ അവൻ കഴിച്ചുകൂട്ടി. ഈജിപ്തിലെ സന്യാസികൾ ഇത് കേട്ടിട്ട് അയാളെ ആ സ്തംഭവാസത്തിൽ നിന്ന് വിമോചിപ്പിക്കുവാൻ ഒരാളെ അയച്ചു. ആ സന്യാസി ശെമയോനോട് സാധാരണ മനുഷ്യനെ പോലെ ജീവിക്കുവാൻ ഉപദേശിച്ചു. ഉടനടി അദ്ദേഹം സ്തംഭത്തിൽ നിന്ന് ഇറങ്ങുവാൻ തുടങ്ങി. ഉടനെ സന്യാസി പറഞ്ഞു, നിൽക്കൂ, ധൈര്യം വരിക്കൂ, താങ്കളുടെ ജീവിത രീതി ദൈവം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈജിപ്ഷ്യൻ സന്യാസിയെ ശെമയോന്റെ എളിമ സംതൃപ്തനാക്കി. പ്രസന്നതയും എളിമയും അനുസരണയും ശെമയോന്റെ ജീവിതത്തെ അനുഗ്രഹിച്ചിരുന്നു. അനേകർ അദ്ദേഹത്തിന്റെ ഉപദേശം വഴി മാനസാന്തരപ്പെട്ടിട്ടുണ്ട്. AD 459 ശെമയോൻ 3 ദിവസത്തേക്ക് നിശ്ചലനായി കാണപ്പെട്ടു. ചിലർ കയറി നോക്കിയപ്പോൾ അദ്ദേഹത്തെ പ്രാർത്ഥനാഭാവത്തിൽ മരിച്ച നിലയിലാണ് കണ്ടത്. ശെമയോനെ അനുഗ്രഹിക്കുക ദുർവഹമാണ്. എങ്കിലും പരിപൂർണത പ്രാപിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹവും ദൈവം കാണിച്ചിരുന്ന മാർഗത്തിലൂടെ വിശ്വസ്താപൂർവം ചരിക്കുവാനുള്ള ദൃഢനിശ്ചയവും അദ്ദേഹത്തിന്റെ ജീവിതം നമ്മിൽ പകർത്തുവാൻ ആവശ്യപ്പെടുന്നതാണ്. ഇന്നേ ദിവസം വിശുദ്ധ അഗസ്റ്റിന്റെ വാക്കുകൾ നമുക്ക് വിചിന്തനം ചെയ്യാം. ശുദ്ധ ഹൃദയത്തോടെ ദൈവത്തെ കാണത്തക്ക വിധം പരിപൂർണതാപഥത്തിലേക്ക് എത്തുന്നത് വരെ അധ്വാനവും പരിശ്രമവും പ്രാർത്ഥനയും അപേക്ഷയും വഴി ദൈവവരപ്രസാദത്തിൽ പുരോഗമിക്കുക ആയിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യം. സ്തൂപസ്ഥനായ വിശുദ്ധ ശെമയോനെ പോലെ ജീവിതം നയിക്കുവാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ത്യാഗപൂർണമായ ജീവിതത്തെ അനുകരിക്കുവാനും ഈശോയെ സ്നേഹിക്കുവാനും നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധ ശെമയോനെ, ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്തു തന്നെ കഷ്ടം വന്നാലും ഈശോയെ കൈവടിയാതിരിക്കുവാനായി പിതാവായ ദൈവത്തോട് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. ഇന്നേ ദിവസം 2ാമത്തെ വിശുദ്ധനാണ് വിശുദ്ധ ജോൺ നോയിമൻ. അദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. 1811-1860 കാലഘട്ടത്തിലാണ് വിശുദ്ധ ജോൺ നോയിമൻ ജീവിച്ചിരുന്നത്. വടക്കേ അമേരിക്കയിലെ പ്രഥമ വിശുദ്ധനാണ് 1977 ജൂൺ 19 പോൾ 6 മാർപ്പാപ്പ വിശുദ്ധനെന്ന് പ്രഖ്യാപനം ചെയ്ത ജോൺ നോയിമൻ. അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായ ചെക്കോസ്ലോവാക്യയിൽ 1811 ഭക്തരായ മാതാപിതാക്കളിൽ നിന്ന് ജനിച്ചു. സ്വന്തം നാട്ടിൽ തന്നെ സെമിനാരിയിൽ ചേർന്ന് വൈദിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയെങ്കിലും ആവശ്യത്തിലധികം വൈദികർ രൂപതയിലുണ്ടെന്ന കാരണത്താൽ അവിടുത്തെ മെത്രാൻ അദ്ദേഹത്തിന് വൈദിക പട്ടം നൽകിയില്ല. ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ച് 1836 അദ്ദേഹം ന്യൂയോർക്കിലെത്തി. $1 അന്ന് ജോണിന്റെ കയ്യിലുണ്ടായിരുന്നത്. ദയാമിശ്രണനായ ഒരു വൈദികൻ അദ്ദേഹത്തെ സഹായിച്ചു. അദ്ദേഹം ജോണിനെ
ന്യൂയോർക്ക് മെത്രാപ്പൊലീത്തയുടെ അടുക്കിലേക്ക് ആനയിക്കുകയും ആവശ്യമായ വിലയിരുത്തലുകൾക്ക് ശേഷം മെത്രാൻ അദ്ദേഹത്തെ പുരോഹിതനായി അഭിഷേചിക്കുകയും ചെയ്തു. നയാഗര പ്രദേശങ്ങളിൽ ഫാദർ ജോൺ ത്യാഗപൂർവ്വം സേവനം ചെയ്തു. ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളൊന്നും അവിടെ ഇല്ലായിരുന്നു. എന്നിട്ടും കാൽനടയായി വളരെയേറെ യാത്ര ചെയ്ത് തൻ്റെ ആത്മീയ മക്കളെ അദ്ദേഹം സന്ദർശിച്ചിരുന്നു. 1852 ഫാദർ നോയ്മനെ ഫിലാഡൽഫിയയിലെ മെത്രാനാക്കി. മെത്രാനായ ശേഷം കത്തോലിക്ക സ്കൂളുകളും വേദോപദേശ ക്ലാസുകളും അദ്ദേഹം ക്രമപ്പെടുത്തി. അമേരിക്കയിൽ ആദ്യമായി അദ്ദേഹം 40 മണി ആരാധന ആരംഭിച്ചു. വിശുദ്ധ പദനാമകരണ പ്രഭാഷണത്തിൽ മാർപ്പാപ്പ പറഞ്ഞു, രോഗികളോട് താല്പര്യവും ദരിദ്രരോട് തുണയും പാപികളോട് സ്നേഹവും അദ്ദേഹം പ്രകടിപ്പിച്ചു വന്നു. ഇടവകകൾ വിശ്വാസത്തിൻ്റെയും സേവനത്തിൻ്റെയും സമൂഹങ്ങളാകാൻ അദ്ദേഹം സഹായിച്ചു. 1860 ക്ലേശകരമായ ജോലികൾ കൊണ്ട് ക്ഷീണിതനായ വിശുദ്ധൻ ഫിലാഡൽഫിയയിലെ റോഡിൽ കൂടി നടക്കുമ്പോൾ പെട്ടെന്ന് ബോധം കെട്ട് വീണ് വഴിയിൽ വെച്ച് തന്നെ മരിക്കുകയാണുണ്ടായത്. ഇന്നത്തെ ദിവസം വിശുദ്ധ മേരി ജോസഫ് റൊസല്ലോ പറഞ്ഞ വാക്കുകൾ നമുക്ക് വിചിന്തനം ചെയ്യാം. നിന്റെ അനുദിന കൃത്യങ്ങൾ ശരിയായി നിർവഹിച്ചാൽ നിനക്ക് ഒരു വിശുദ്ധനാകാം. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ അനുദിന കൃത്യങ്ങൾ ശരിയായ രീതിയിൽ നിർവഹിക്കുവാനും ഞങ്ങളുടെ മനസ്സിനെ പൂർണ്ണമായും ഈശോയുടെ പക്കലേക്ക് തിരിച്ചുകൊണ്ട് നന്മ പ്രവൃത്തികൾ ചെയ്ത് ജീവിതത്തെ വിശുദ്ധീകരിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. വിശുദ്ധ ജോൺ നോയ്മാനെ വളരെ ത്യാഗപൂർണവും എന്നാൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ ദൈവത്തെ അനുകരിക്കുവാൻ തയ്യാറായ വിശുദ്ധനെ, ഈ ലോക ജീവിതത്തിൽ വേദന അനുഭവിക്കുന്ന എല്ലാ വിധവകൾക്കും വേണ്ടി പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.